നമ്മൾ കുറച്ച് കൊഴുക്കട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കാം. കൊഴുക്കട്ട പഴം എന്തൊക്കെയുണ്ടോ നോക്കാം. ഒന്നും കൂടി വേവണം, അടച്ചു വയ്ക്കാം. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച് ഉരുട്ടി തേങ്ങ, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ഏലക്കാപ്പൊടി, തേങ്ങ, പഞ്ചസാര, പത്തിരിപ്പൊടിയാണ് നമ്മളിത് എടുത്തേക്കുന്നത്. തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ച് ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ ഇതും വെച്ച് അടുപ്പത്ത് ആവിക്ക് വെച്ചു. ഇനി അത് വേവണം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്താണ്? കൊഴുക്കട്ടയാണ് കേട്ടോ. കൊണ്ടാണ് രാവിലെ എണീറ്റാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ. രാവിലെ തലേന്ന് കഴുകി വെച്ച പാത്രമാണെങ്കിലും പിറ്റേന്ന് രാവിലെ അത് നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെയും കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുക. പല്ലി എന്തെങ്കിലും എൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഇതുകൊണ്ട് രാവിലെ തന്നെ ഞാനത് എല്ലാം കഴുകി വെക്കും. രാത്രിക്ക് കഴുകും, രാവിലെയും കഴുകും. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല അടുപ്പെല്ലാം നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി ഇടും. അതിൻ്റെ രാവിലെ വരുമ്പോൾ പിന്നെ അതിന് ബുദ്ധിമുട്ടില്ലല്ലോ, നല്ല ഫസ്റ്റാക്കി ഇടും. അത് കഴിഞ്ഞ് രാവിലെ വന്ന് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് പിന്നെ എന്താ അവർക്ക് വേണ്ട വെച്ചാൽ അതുണ്ടാക്കി. ഇന്നിപ്പോൾ ഇതാണ് ഉണ്ടാക്കിയത്, കൊഴുക്കട്ട. അപ്പോൾ അത് കൊടുത്താൽ അത് എല്ലാവരും കഴിച്ച് അതങ്ങനെ. പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. ഉച്ചത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊരു ചോറ്, കറി, അതിന് ഉപ്പേരി, പിന്നെ ഇന്നൊരു മുട്ടയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അതെടുത്ത് എല്ലാവർക്കും കൊടുക്കാം. ഇത് നമ്മളിച്ചിരി ചോളത്തിൻ്റെ കഞ്ഞി അടുപ്പത്തിട്ട് കേട്ടോ. ചോളം ഞാൻ പറഞ്ഞില്ലേ, പലർക്കും പല ഭക്ഷണമാണ്. എനിക്ക് അരിൻ്റെ ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഇച്ചിരി ചോളം അടുപ്പത്തിട്ടു, അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അത് ഒരു മഞ്ഞച്ചോളത്തിൻ്റെ നുറുക്കിൽ ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഈ കുക്കറിൻ്റെ അടപ്പ്
പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അതൊരു ഇതാ ഞാൻ ഇതാണ് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. എന്നുവെച്ചാൽ ഷുഗർ ഒരുപാട് കൂടുതലാണ്. നമ്മൾ വേറെ ഓരോ പണിക്കൊക്കെ പോകുമ്പോഴേ ഷുഗർ ഒരുപാടായ പാടാണല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രാവിലെ കഴിക്കുക. രാവിലെ ചില ദിവസം ചപ്പാത്തിയാണെങ്കിൽ പിന്നെ അതൊക്കെ കഴിക്കും. ഇല്ലെങ്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ ആ ചോളത്തിൻ്റെ തരി അടുപ്പത്തിട്ടിരുന്നു, അത് വെന്തു. ഞാനിത് കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ. ഞാൻ കുറേ ആയി, വർഷങ്ങളായി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പമൊന്നുമില്ല. ഷുഗറിന് ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും ഒരുപാട് കൂടുതലായിരുന്നു. 400 500 ഒക്കെ ഷുഗർ എനിക്ക്, 400 ചില്ലറ വരെ ഷുഗർ എനിക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ചോറ് മാത്രം ഒഴിവാക്കി ഇത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഷുഗറൊക്കെ വന്നാൽ നമ്മളെ കൊണ്ടല്ലേ പോവുള്ളൂ. അത് നമുക്ക് തന്നെ അറിയാം. ഷുഗർ ഒരു വല്ലാത്ത രോഗമാണെന്ന്, അസുഖമാണത്. കൈയൊക്കെ മുറിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുള്ളു കൊണ്ടാൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ആണ് ഷുഗറിലുള്ളത്. നമുക്കതൊക്കെ നമ്മളെ ശരീരത്തിനെ ബാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കോരി കുടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഭക്ഷണം എന്ന് പറയുകയാണ്. അരിൻ്റെ കഴിക്കാറില്ല. പിന്നെ ഞാൻ മില്ലറ്റ് എന്ന ഒരു സാധനം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, കുറേ മുമ്പ്. മുത്താരിപ്പൊടി, മില്ലറ്റ്. ഞാൻ എല്ലാ വർഷവും മഴയാകുന്നതിന് മുമ്പ് തന്നെ ഈ ധാന്യങ്ങൾ, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴുകി ഉണങ്ങി പൊടിപ്പിച്ച് വെക്കും. അപ്പോൾ നമുക്കതുകൊണ്ട് പൊടിപ്പിച്ചിട്ട് മെല്ലെ ഒന്ന് മില്ലിലൊന്ന് വറുത്ത് വയ്ക്കും. അതെൻ്റെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അമ്മ ഇപ്പോൾ വയ്യ, അമ്മയ്ക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അമ്മ ഇപ്പോൾ അതൊന്നും ചെയ്തു തരുന്നില്ല. ഇങ്ങനെ പൊടികളൊക്കെ അമ്മ സാധനം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ എനിക്ക് കുറേ വർഷം മുമ്പിട്ടോ, എനിക്ക് കുറേ വർഷമായി. എനിക്കിപ്പോൾ ഷുഗർ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. ഇപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പോയി മേടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് പൊടിപ്പിച്ച് അങ്ങനെ മില്ലിൽ നിന്ന് തന്നെ വറുത്ത് മേടിക്കും. എന്നാൽ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ വറക്കണ്ടല്ലോ. എന്നിട്ട് അത് അവിടെ കെട്ടി അത് ഒരു ഡപ്പിയിലിട്ട് നല്ലോണം പൊതിഞ്ഞ് മുകളിലൊക്കെ ഒരു തുണി എന്തെങ്കിലും വെച്ച് അടച്ച് കാറ്റ് കയറാതെ വെച്ചാലുണ്ടല്ലോ ഒരുപാട് കാലം ഇരിക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് കാലം ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം മുതൽ ചെറിയ ഭക്ഷണത്തിൽ മാറ്റമൊക്കെ വന്നു. എന്നുവെച്ചാൽ ഞാൻ ഓരോ സ്ഥലത്തേക്ക് പണിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് നോക്കാൻ പറ്റാതെയായി. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ ഭക്ഷണങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് ഷുഗർ കുറവുണ്ട്. എത്ര ഷുഗർ കുറഞ്ഞാലും നമുക്ക് ശരീരത്തിന് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എനിക്ക് കുറേ കാലം നമ്മുടെ ജീവിതങ്ങളൊക്കെ താറുമാറായി പോയതായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഒന്ന് തരിപ്പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പച്ച പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ജീവിതം. അതധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഒരു വീടിൻ്റെ പണിയൊക്കെ എടുത്ത് പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ മഴയാകുമ്പോഴത്തേക്കും, ഈ മഴയത്ത് ഈ കൊല്ലം നടക്കില്ല അതൊന്നും. ഓരോ കൊല്ലം 5 വർഷമായിട്ട് ഓരോ കൊല്ലം മഴ വരുന്ന ഇപ്പോൾ വിചാരിക്കും ഈ കൊല്ലം ചെയ്യണം. എവിടെ ചെയ്യാൻ? പണം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കാര്യത്തിനും പണമാണ് മുമ്പിൽ നമുക്ക് ആവശ്യം. പണമില്ലാത്തവൻ പിണം.